ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം NHM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബജറ്റിന് തൊട്ട് മുൻപ് നമ്മൾ നേരിട്ട ഒരു പ്രശ്നം NHM-ന്റെ വിഹിതം, കേന്ദ്ര വിഹിതങ്ങൾ അതിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ അലോക്കേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അലോക്കേഷനും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു. നമ്മൾ എല്ലാ ജില്ലകളിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിച്ചു. പക്ഷേ ഇപ്പോൾ ജില്ലാ ആശുപത്രികൾ കൺവേർട്ട് ചെയ്ത് മെഡിക്കൽ കോളേജ് ആക്കുന്ന ഒരു പദ്ധതി കേന്ദ്രത്തിനുണ്ടായിരുന്നു. അതിൽ ഒരു ജില്ലയ്ക്കെങ്കിലും, കാസർഗോഡിനോ വയനാടിനോ എങ്കിലും, ഇപ്പോൾ ജില്ലാ ആശുപത്രിയാണല്ലോ, വയനാട് ജില്ലാ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അതിന് ധനസഹായം നമുക്ക് നൽകണമെന്ന് ചോദിച്ചപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. നഴ്സിംഗ് കോളേജുകളുടെ കാര്യം ഇതേപോലെ തന്നെ 100 121 നഴ്സിംഗ് കോളേജുകൾക്ക് വേണ്ടി ധനസഹായം അനുവദിച്ചു. ഒറ്റ നഴ്സിംഗ് കോളേജ് പോലും കേരളത്തിന് അതിന് ധനസഹായം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത് തുടരുന്ന അവഗണനയാണ്. ഇത് ഇപ്പോൾ എയിംസിന്റെ ആവശ്യം തന്നെ എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യമാണ്. ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ തരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് മറ്റു തടസ്സങ്ങളില്ല. തരണ്ട എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആ രാഷ്ട്രീയ തീരുമാനം എന്തുകൊണ്ടാണ്? കേരളം ഇന്ത്യയിലല്ലേ? കേരളത്തോട് എന്തിനാണ് ഈ അവഗണന? നമ്മുടെ ഉൾപ്പെടെ നികുതി പണത്തിന്റെ വിഹിതങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ, അപ്പോൾ അവർക്ക് അത് ലഭ്യമാകുകയും നമുക്ക് അർഹമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവങ്ങൾ പോലെ തന്നെ ഈ പദ്ധതികൾ സംബന്ധിച്ചും കേരളം മാറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന വളരെ വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് ഉണ്ടാകുന്നത്. അത് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലെ കാര്യം പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് പ്രധാനമന്ത്രി കണ്ടത്, ഈ സർക്കാരിന്റെ കാലത്ത് തുടക്കകാലത്തിൽ ബഹുമാന്യനായിട്ടുള്ള CM ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട് തന്നെ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുൻപുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട CM-ഉം ഞാനും സംസാരിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും സംസാരിച്ചു. ഇപ്പോഴുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ JP നദ്ദ, അദ്ദേഹത്തെയും കണ്ട് സംസാരിച്ചു. അദ്ദേഹം നല്ല അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തതായിട്ടാണ്. അദ്ദേഹത്തിന്റെ കത്താണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം അയച്ച കത്തിലെ വാചകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. ഈ 2 ആരോഗ്യമന്ത്രിമാരും ഈ നിലപാടാണ് പറഞ്ഞത്. ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും, ധനമന്ത്രാലയം ഇതിന് ഇനി അംഗീകാരം നൽകും എന്നുള്ളതുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നൽകുന്നില്ല എന്നുള്ളത്, നൽകണ്ട എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണല്ലോ അതിന് പിന്നിലുള്ളത്. മിനിസ്റ്റർ, 3 ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ലെവലിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 എയിംസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് താങ്കളുടെ സൈഡിൽ നിന്ന് അവിടെ പോകുന്നുണ്ടോ ഇത് കിട്ടാനായിട്ട് കേരളത്തിന് ആയുർവേദ? തീർച്ചയായിട്ടും നമുക്ക് ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അർഹമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ ചോദിക്കും. നേരത്തെ ചോദിച്ച ചോദ്യം എയിംസിന്റെ ചോദിക്കുമോ? തീർച്ചയായിട്ടും ചോദിക്കും. കാരണം ബഹുമാനപ്പെട്ട CM ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുമ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അജണ്ടയിൽ ഒന്ന് എയിംസ് തന്നെയാണ്. ഏറ്റവും അവസാനം പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആരോഗ്യ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും നമ്മുടെ ആവശ്യങ്ങളിലെ ഒന്നാമത്തെ ആവശ്യം എപ്പോഴും എയിംസ് തന്നെയായിരിക്കും. അപ്പോൾ എയിംസ് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനിയും ആ ആവശ്യം ഉന്നയിക്കും. അത് കേരളത്തിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ കിഫ്ബിയിലൂടെയാണ് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ തസ്തികൾ ഉൾപ്പെടെ നമ്മൾ സൃഷ്ടിച്ചു. നമുക്കൊരു ധനസഹായം അതിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിന് ഇത്രയും അധികം വേരുകളുള്ള, അതോടൊപ്പം ഗവേഷണ രംഗത്ത് ഒരു പുതിയൊരു പുതിയ തലം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിന് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം നമ്മൾ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിത് ആവശ്യപ്പെടും. പക്ഷെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ അതിന് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. അല്ല,
ആ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുൻപും രണ്ട് സെക്രട്ടറിമാരും, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്തിൻ്റെതും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസിൻ്റെ രണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉയർത്തുന്ന ഡിമാൻഡുകളിൽ ഒരെണ്ണം സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് അതല്ലാതെ എൻട്രി കേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനോമലിയുടെ വിഷയമുണ്ട്. അത് പരിഹരിക്കാൻ ആണോ എന്നുള്ളത് ഫിനാൻസ് കൂടി അത് പരിശോധിച്ചിട്ട് ഒരു പരിഹാരത്തിലേക്ക് അത് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശ്രമം തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സമരം അങ്ങനെ നടക്കാനായിട്ട് ആളുകളെ ബാധിക്കുന്ന നിലയിൽ അത് നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതിൽ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ, വകുപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പരിഹരിക്കപ്പെടും ഉടനെ തന്നെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തൊട്ടു മുൻപ് ഒരു ചർച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും കൂടി അവർ നടത്തിയിരുന്നു. ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം കൂടെ നടത്തിയിരുന്നു. അതിൻ്റെ ആ ചർച്ചയിലുണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഒരിക്കൽ കൂടി ഒന്ന് ചർച്ച നടത്തുന്നതിന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫയലൊന്ന് ആയാൽ നമുക്ക് നോക്കാം, പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനോമലിയാണ് ഇത്. ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റോബോട്ടിക് സർജറി ഉൾപ്പെടെ ഈ ബജറ്റിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന സർക്കാരാണ്. ഇനിയും അത് തന്നെ തുടരുക തന്നെ ചെയ്യും. അത് ഈ ബജറ്റിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ബജറ്റാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് അനോമലി അത് പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ സംഘടനകളുടെ ആവശ്യം. അത് പരിഹരിച്ച് ആ ആവശ്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് പരിഹരിച്ച് പോകുന്നതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇന്നാണല്ലോ ഇപ്പൊ ഈ രീതിയിലുള്ളൊരു സമരം, OP ബഹിഷ്കരണം, മറ്റ് സമരത്തിനിടയ്ക്ക് സൂചനാ സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ചർച്ചകൾ പലതവണ നടത്തി. പറഞ്ഞതുപോലെ ആളുകളെ ബാധിക്കരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു അവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അത് ഒരു കാരണവശാലും ആളുകളെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ചർച്ചകളിലും പറഞ്ഞത് അതിൽ ലീഗൽ ഒപ്പീനിയന്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ, കാരണം സുപ്രീം കോടതിയുടെ ഡിസിഷന് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന്. പക്ഷെ മറ്റൊരു കാര്യം ഈ എൻട്രി കേഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു അനോമലി. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത്, കാരണം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പോകണം എന്നുള്ളതാണ്. അതിന് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഫിനാൻസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഞാനും ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ സംഘടനകളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഫിനാൻസ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ അതല്ല അവരുദ്ദേശിച്ചത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് പിൻവലിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ അതെന്ന് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള റെക്ടിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ളത് എഴുതി തരണം എന്ന് സംഘടനകളോട് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ആ റെക്ടിഫിക്കേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഫിനാൻസിൽ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് അവരെ ബാധിക്കുന്ന നില ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന്റെ അവരുടെ സേവനാവകാശങ്ങൾ സംരക്ഷിച്ച് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് സർക്കാർ അതിലാണ് ശ്രമിക്കുന്നത്.